നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കോവിഡ് വകഭേദമായ ഒമിക്രോൺ ലോകമെങ്ങും ഭീതി വിതച്ചതിന് പിന്നാലെ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടക്കുകയാണ് ഗൾഫ് മേഖല. വെള്ളിയാഴ്ച മുതൽ ഖത്തറിൽ വീണ്ടും കോവിഡ് നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിലാകും. ഫേസ് മാസ്ക് നിർബന്ധമാക്കിയതുൾപ്പെടെ കടുത്ത നിയന്ത്രണങ്ങളാണ് രാജ്യത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അടഞ്ഞ പൊതുവേദികളിൽ മാത്രമല്ല, തുറന്ന പൊതുസ്ഥലങ്ങളിലും ഈ മാസം 31 മുതൽ ഫേസ് മാസ്ക് നിർബന്ധമാണ്. അതേസമയം പൊതുസ്ഥലങ്ങളിൽ കായിക പരിശീലനം നടത്തുന്നവർ മാസ്ക് ധരിക്കേണ്ടതില്ല. പ്രദർശനങ്ങൾ, ഇവന്റുകൾ, സമ്മേളനങ്ങൾ എന്നിവ തുറന്ന പൊതുസ്ഥലങ്ങളിലാണ് നടത്തുന്നതെങ്കിൽ 75% പ്രവർത്തനശേഷി പരിമിതപ്പെടുത്തിയിരിക്കണം. അടഞ്ഞ സ്ഥലങ്ങളിലാണെങ്കിൽ 50% ശേഷിയിലെ പരിപാടികൾ നടത്താൻ പാടുള്ളൂ. പങ്കെടുക്കുന്ന 90% പേരും കോവിഡ് വാക്സിനേഷൻ പൂർത്തിയാക്കിയവരായിരിക്കണം. വാക്സിൻ എടുക്കാത്തവരും ഭാഗികമായി വാക്സിൻ എടുത്തവരുമാണെങ്കിൽ PCR അല്ലെങ്കിൽ റാപ്പിഡ് ആന്റിജൻ പരിശോധന നിർബന്ധമാണ്. എല്ലാത്തരം ഇവന്റുകളും സമ്മേളനങ്ങളും പ്രദർശനങ്ങളും നടത്താൻ പൊതുജനാരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതി നിർബന്ധമാണ്. പുതിയ നിയന്ത്രണങ്ങൾ 31 മുതൽ പ്രാബല്യത്തിലാകും. കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിലാണ് മന്ത്രിസഭായോഗം കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി നിയന്ത്രണങ്ങൾ കടുപ്പിച്ചത്. അതേസമയം കോവിഡ് വകഭേദമായ ഒമിക്രോണിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ലോകാരോഗ്യ സംഘടനയും. ഒമിക്രോൺ ഡെൽറ്റ ഇരട്ട ഭീഷണിയിലാണ് മനുഷ്യരെന്ന് WHO തലവൻ ടെഡ്രോസ് അദാനോം പറഞ്ഞു. ലോകം കോവിഡ് സുനാമിയിലേക്ക് നീങ്ങുന്നുവെന്ന മുന്നറിയിപ്പുമായാണ് ലോകാരോഗ്യ സംഘടനാ തലവൻ രംഗത്തെത്തിയത്. കോവിഡ്-19യുമായുള്ള പോരാട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും ലോകം. 2019 അവസാന പാദം തുടങ്ങിയ പോരാട്ടം 2 വർഷത്തിനിപ്പുറവും തുടരുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. ചെറിയ ഇടവേളകൾ വരുന്നുവെങ്കിലും മിക്ക രാജ്യങ്ങളിലും കോവിഡ് തരംഗങ്ങൾ ആവർത്തിക്കുകയാണ്. ഇതിനിടെ ജനിതക വ്യതിയാനങ്ങൾ സംഭവിച്ച വൈറസുകൾ വ്യാപകമായതും ഇരട്ടി പ്രതിസന്ധി സൃഷ്ടിച്ചു. വാക്സിനേഷൻ പ്രക്രിയ മന്ദഗതിയിൽ നീങ്ങിയതും പലയിടങ്ങളിലും കോവിഡ് പ്രതിസന്ധി രൂക്ഷമാകാൻ കാരണമായി. അതിവേഗത്തിൽ രോഗവ്യാപനം നടത്തുന്ന ഡെൽറ്റ വകഭേദം ഇന്ത്യയിലടക്കം സൃഷ്ടിച്ച കോവിഡ് തരംഗം ശക്തമേറിയതായിരുന്നു. ഡെൽറ്റയേക്കാൾ 3 മടങ്ങിലധികം വേഗതയിൽ രോഗവ്യാപനം നടത്തുന്ന ഒമിക്രോൺ എന്ന വകഭേദമാണ് നിലവിൽ ആശങ്ക സൃഷ്ടിക്കുന്നത്. കഴിഞ്ഞ മാസം ദക്ഷിണാഫ്രിക്കയിലാണ് ഒമിക്രോൺ ആദ്യമായി കണ്ടെത്തിയത്. പിന്നീട് ചുരുങ്ങിയ സമയത്തിനകം തന്നെ മറ്റ് രാജ്യങ്ങളിലെല്ലാം ഒമിക്രോൺ സാന്നിധ്യം സ്ഥിരീകരിച്ചു. ഇപ്പോൾ ഡെൽറ്റയെ പോലെ തന്നെ രൂക്ഷമായ കോവിഡ് തരംഗങ്ങൾക്ക് ഒമിക്രോൺ കാരണമാകുന്നുവെന്നാണ് ഏവരുടെയും ആശങ്ക. ഇതിനിടെ കോവിഡ് പ്രതിരോധ മാർഗങ്ങളും മാനദണ്ഡങ്ങളും മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോകുന്നവരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പലരും കോവിഡിനെ നിസ്സാരവൽക്കരിക്കുകയും അതിനോടുള്ള ഭയം നഷ്ടപ്പെട്ട് മറ്റുള്ളവരെ കൂടി ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന കാഴ്ചയാണ് കാണാനാകുന്നത്. ഇത് ഇരട്ടി പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇനിയും ഒരു കോവിഡ് സുനാമിക്ക് കൂടി ലോകത്ത് പലയിടങ്ങളിലും സാധ്യതയുണ്ടെന്നും അങ്ങനെ വന്നാൽ ആരോഗ്യ മേഖല തകരുമെന്നും മുന്നറിയിപ്പ് നൽകുകയാണ് ലോകാരോഗ്യ സംഘടന. ന്യൂസ് ഡെസ്ക്, പ്രവാസി മലയാളി.